യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച ഗൺമാന്മാരുടെ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ SIT അപ്പീൽ നൽകിയിരിക്കുകയാണ്. വിഷ്ണു സുരേഷ് ചേരുകയാണ് വിവരങ്ങൾ നൽകാൻ. വിഷ്ണു, എന്തൊക്കെയാണ് ഈ അപ്പീലിൽ പറയുന്നത്? അസിത, ഇന്ന് ആഭ്യന്തരമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണം നടത്തിയത്. അപ്പീൽ പോകുമോ എന്ന ചോദ്യത്തിൽ അതിൽ SIT തീരുമാനമെടുക്കട്ടെ എന്നാണ് അദ്ദേഹം പ്രതികരണം നടത്തിയത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ SIT ഹൈക്കോടതിയിലേക്ക് എത്തിയത്. സെഷൻസ് കോടതിയിൽ കനത്ത തിരിച്ചടിയാണ് SITക്ക് നേരിട്ടത്. ജാമ്യം നൽകരുത് എന്ന് പലതവണ SIT വാദിച്ചെങ്കിലും വസ്തുതകളൊക്കെ നിരത്തിയെങ്കിലും പക്ഷേ അതൊന്നും സെഷൻസ് കോടതി പരിഗണിച്ചില്ല. ഗുരുതരമായ വീഴ്ചകൾ SITക്ക് സംഭവിച്ചിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചാണ് മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർ 5 പേർക്കും മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. എന്നാൽ നിലവിൽ SIT നൽകിയിട്ടുള്ള അപ്പീലിൽ പറയുന്നത് വസ്തുതകൾ സെഷൻസ് കോടതി കൃത്യമായി പരിഗണിച്ചിട്ടില്ല. ഒപ്പം തന്നെ ചില തെളിവുകൾ ഹാജരാക്കുന്നതിൽ ഈ ഗൺമാന്മാർ പരാജയപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ അടിക്കാൻ ഉപയോഗിച്ച ലാത്തി അടക്കം ഗൺമാന്മാർ ഹാജരാക്കിയിട്ടില്ല. അങ്ങനെ അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട തെളിവുകൾ ഹാജരാക്കുന്നതിൽ അവർ പരാജയപ്പെട്ടു. ആ ഒരു പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ച് ജാമ്യമില്ലാ വകുപ്പ് അടക്കമാണ് ചുമത്തുകയും ചെയ്തത്. ആ ഒരു പശ്ചാത്തലത്തിൽ സെഷൻസ് കോടതി പ്രതികൾക്ക് മുൻകൂർ ജാമ്യം അപേക്ഷിച്ചത് അനുവദിച്ചത് അത് കേസിന്റെ മുന്നോട്ട് പോക്കിനെ ബാധിക്കും. അതുകൊണ്ട് ഇവരുടെ ജാമ്യം റദ്ദു ചെയ്യണം എന്നുള്ളതാണ് SIT നൽകിയിട്ടുള്ള ഹർജിയിൽ വ്യക്തമാക്കുന്നത്. SIT ഹർജി നൽകിയ കാര്യം DGP അസഫ് അലി തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഇനിയിപ്പോ അടുത്ത ദിവസം തന്നെ ആ കേസ് ഹൈക്കോടതിക്ക് മുമ്പാകെ വരികയും ചെയ്യും. കനത്ത തിരിച്ചടിക്ക് പിന്നാലെയാണ് സെഷൻസ് കോടതിയിൽ നേരിട്ട കനത്ത തിരിച്ചടിക്ക് പിന്നാലെയാണ് ഇപ്പോൾ SIT ഹൈക്കോടതിയിൽ പ്രതീക്ഷ അർപ്പിച്ച് എത്തിയിട്ടുള്ളത്. ജാമ്യം ലഭിക്കരുത് അല്ലെങ്കിൽ എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് 308 വകുപ്പ് ഏറ്റവും അവസാനം ആഡ് ചെയ്തത്. പക്ഷേ ആ 308 വകുപ്പ് ചേർത്തതിൽ ചില സാങ്കേതിക പിഴവുകളാണ് നേരത്തെ സെഷൻസ് കോടതി ചൂണ്ടിക്കാണിച്ചത്. പ്രത്യേകിച്ച് മെഡിക്കൽ റിപ്പോർട്ട് വരുന്നതിന് മുൻപ് തന്നെ ഇത്തരത്തിലൊരു വകുപ്പ് ആഡ് ചെയ്തത് അത് ചില ഉദ്ദേശങ്ങളോട് കൂടിയാണ്. അതോടൊപ്പം തന്നെ തലക്കടിക്കാനുള്ള ശ്രമമല്ല ഉണ്ടായിരുന്നത്. വ്യക്തിവൈരാഗ്യം ഉണ്ടെങ്കിൽ അത് തെളിയിക്കാൻ SITക്ക് സാധിക്കും. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ സെഷൻസ് കോടതി മുന്നോട്ട് വെച്ചിരുന്നു. ആ ചോദ്യങ്ങൾക്കൊന്നും കൃത്യമായ മറുപടി നൽകാൻ SITക്ക് സാധിച്ചില്ല, അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ സാധിച്ചില്ലായിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് ജാമ്യം ലഭിച്ചത്. എന്നാൽ ജാമ്യം ശരി വിഷ്ണു, എന്തായാലും ദിവസങ്ങൾ നീണ്ട വാദപ്രതിവാദത്തിനൊടുവിലായിരുന്നു സെഷൻസ് കോടതി ഗൺമാന്മാർക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ചത്. ഇതിനെതിരെയാണ് ഇപ്പോൾ SIT ഹൈക്കോടതിയെ സമീപിക്കാനായി ഒരുങ്ങുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.